കൊണ്ട് എക്സ്പ്രഷൻ കളി പറ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ഈവനിങ് അറിയാം, ഉച്ചയ്ക്ക് ശേഷം ഒരു വ്ളോഗ്. അപ്പോൾ ഈവനിങ് വ്ളോഗാണ്, ചെറിയൊരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല മഴയുണ്ട്, നല്ല അടിപൊളി തിമിർത്ത് പെയ്യുന്നുണ്ട് മഴ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എന്താ പെയ്യുന്നുണ്ടോ, മഴയുണ്ടോ? അപ്പോൾ കമൻറ്റ് ചെയ്യുക. ഇതാ ആയിഷ സുന്ദരി ഉണ്ട് ഇവിടെ. ആയിഷ സുന്ദരി ആയിന്നോ? ഹെയർബെൻഡ് നോക്കിയാ? ഹെയർബെൻഡ് എടുത്തിട്ട് ഇതാ അടിപൊളി ഹെയർബെൻഡ് ഉണ്ട്. ഇതാ മഴ. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ കാരണവരുടെ വീട്ടിൽ കൂടല. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളുണ്ട്. പന്തലിട്ട് പിന്നെ കുറച്ച് വായിൽ വെക്കല്ല, കാരണവരുടെ വീട്ടിൽ കൂടല. അപ്പോൾ പന്തലിട്ട് പിന്നെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കില്ല. ഞായറാഴ്ച വീട്ടിൽ കൂടൽ മുപ്പേന്. അപ്പോൾ അതിന് പന്തലിടുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടുണ്ട് നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകണം. ആയിഷുവിന് അജിക്കും പനിയുണ്ട്, ചെറിയ പനിയുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പോണ്ടേ നമുക്ക്? ഡേറ്റ് പോണ്ടേ? ഇതൊക്കെ നല്ല ചുമയുണ്ട്, കൊരയുണ്ട്. ആയിഷുവിന് നല്ല കൊരയില്ലേ? രാത്രിക്കെല്ലാം കുറക്കുന്നുണ്ടല്ലേ? നമുക്കപ്പടി ഇത് എന്താ പറയുക, ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഡോക്ടറെ കാണിക്കണ്ടേ? ഇപ്പൊ മഴ കുറച്ച് മാറണം. മാറിയാലേ പോവാൻ പറ്റും. ഹലോ ഗൈസ് പറ. സുഖല്ലേ എല്ലാവർക്കും? അസ്സലാമലൈക്കും. ഫുള്ള് പാട്, ഫസ്റ്റ് തൊട്ട് പാട്. പാടി നടക്കും പുണ്ണത്തടിയൻ കുന്നവറ, കണ്ണിരു കണ്ടതു തൊന്നു നടക്കാതെ രോഗാണുക്കളല്ല, രോഗാണുക്കൾ. പെയ്യെ പെയ്യെ കുന്നവറാനെ പിടികൂടും. ഡോക്ടർ വന്ന് അഹം കൊണ്ടൊരു പഠിപ്പും ആഹാരത്തിന് മുമ്പ് കയ്യും കൗകണം ശുചിയായിട്ടു നില്ലെങ്കിൽ രോഗം നമ്മെ പിടികൂടും. ഗുഡ് ഗേൾ. വായിനെ കൊണ്ട് എക്സ്പ്രഷൻ കളിക്കില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. പറ. വലിയ മഴ വരുന്നുണ്ട്. വണ്ടി വരുന്നാണ്.
മഴ വലിയ മഴ മഴ. വാ സൗണ്ട് നോക്കിയ മഴൻ്റെ. കാറ്റ് നോക്കറ. ഇങ്ങോട്ട് മാറണേ. നല്ല കാറ്റും മഴയും. നമ്മളെ പകുതി എത്തുമ്പോൾ തന്നെ നല്ല മഴയും കാറ്റും. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ എടുത്തിടാം. അപ്പോൾ നല്ല കാറ്റ് വന്ന് പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു. തിരിച്ച് വരേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. നല്ല കാറ്റ്, കുട എടുത്തിട്ടും ഇതില്ല, നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കരണ്ടൊക്കെ അപ്പോഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ പാടന്നെ തിരിച്ചു വന്ന്. ഭയങ്കര തിരക്കിലാണ്. ഈ ഒരു സംഭവം തിന്നുന്ന തിരക്കിൽ ആവശ്യമില്ല. റാസി മഴയായതുകൊണ്ട് തന്നെ പോവാനും പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഉള്ള മരുന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പാരസെറ്റമോൾ ഉണ്ടാവുമല്ലോ, കുട്ടികളെ പാരസെറ്റമോളിനോണ്ട് അവർക്ക് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ എന്താ പറയുക തിരിച്ചു വന്നത്. കുറച്ചുണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അവർ പുറത്തുനിന്ന് നല്ല കളിയിലാണ്, വണ്ടീനെ കൊണ്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കളിക്കട്ടെ. പിന്നെ സൗണ്ടൊക്കെ ആക്കുന്നുണ്ട്, ഞാൻ അതിൽ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാകാൻ സാധ്യത. എവിടെയും പോയിട്ടില്ല, ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ വേറെന്താ, പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ലൈറ്റ് കുറവാണ്. എൻ്റെ റൂമിൽ ലൈറ്റ് ചെറിയൊരു കുറച്ച് ഡിമ്മായിട്ടുള്ളൊരു ലൈറ്റാണ്. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ. പിന്നെന്താ, അങ്ങനെ കുറച്ച് പണിയുണ്ട്, രാത്രി ആകാറായി. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ചില ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറേ വീഡിയോസ് ഇട്ടു, പക്ഷേ റെസ്പോൺസ് കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്താ പറയുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ചായിട്ട് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക, ചാനലിൽ കയറി നോക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ആദ്യം പറയുന്നത്. ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുതന്നെയാണ് ആദ്യം പറയാനുള്ളത്. പുതിയൊരു വീഡിയോയുമായി വരാം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബൈ.